നമസ്കാരം. വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതികളിൽ നിന്ന് പണവും സ്വർണവും അപഹരിക്കുന്ന വിവാഹ തട്ടിപ്പുകാരൻ കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായി. വിവാഹ മാട്രിമോണി സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥൻ ആണെന്ന വ്യാജേന വിവാഹാലോചനയുമായി വരുന്ന സ്ത്രീകളിൽ നിന്നും വിവാഹം കഴിക്കാം എന്നുള്ള വിശ്വാസം ജനിപ്പിച്ച് സ്വർണവും പണവും തട്ടുന്നയാളെയാണ് കാടാമ്പുഴ പോലീസ് പിടികൂടിയത്. കോട്ടക്കൽ സ്വദേശിയായ കാടാമ്പുഴ പീലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പണം പോയി എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന 33 വയസ്സുള്ള എറണാകുളം തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPS പിടികൂടിയത്. കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരമാണ് കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ KS വിനുവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ പുളിമാത്ത് എന്ന സ്ഥലത്ത് സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരവെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാൾ മിലിറ്ററി ഉദ്യോഗസ്ഥൻ ആണെന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുസ്ലിം മാട്രിമോണിയിൽ സിയാദ് അഫ്സൽ എന്നീ പേരുകളിലും, ഹിന്ദു മാട്രിമോണിയിൽ സുദീപ് അഭിലാഷ് അജിത് എന്നും, ക്രിസ്ത്യൻ മാട്രിമോണിയിൽ അലക്സ് എന്ന പേരിലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി വിവാഹത്തിന് താല്പര്യമുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതും അല്ലാത്തതുമായ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടി മുങ്ങുന്നത്. ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനായി ഒരു സിം കാർഡ് അയാളുടെ പക്കൽ ഉണ്ടാകും. നിലവിൽ 10ഓളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. മാരാരിക്കുളത്തുള്ള യുവതിയിൽ നിന്ന് 5 ലക്ഷം രൂപയും പാലക്കാട് ആലത്തൂരിലുള്ള അവിവാഹിതയായ യുവതിയിൽ നിന്ന് 10 ലക്ഷവും ചാവക്കാടുള്ള വിധവയായ സ്ത്രീയിൽ നിന്ന് 10 ലക്ഷവും സ്വർണമാലയും മാനന്തവാടിയിലെ യുവതിയിൽ നിന്ന് 1,30,000 രൂപയും കാടാമ്പുഴയിലുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയിൽ നിന്നും 1.5 ലക്ഷം രൂപയും ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കുവാനുള്ള വീട്ടിലേക്കെന്ന് പറഞ്ഞ് ടിവിയും വാഷിംഗ് മെഷീനും വാങ്ങിപ്പിക്കുകയും സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. പത്തനംതിട്ട മണിമലയിലുള്ള സ്ത്രീയെ കബളിപ്പിച്ച് പണം പറ്റിയ കാര്യത്തിന് ആലപ്പുഴ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. നിരവധി പേർ ഇയാൾക്കെതിരെ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് വരികയും എന്നാൽ മറ്റു പലർ നാണക്കേട് ഭയന്ന പരാതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ കൂടാതെ SI ശ്രീകാന്ത്, സീനിയർ സിവിൽ ഓഫീസർമാരായ സുരേഷ്, രാജേഷ്, അജീഷ്, സിവിൽ പോലീസ് ഓഫീസർ ശരൺ എന്നിവരും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി.